ഹായ്, ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസിൽ നിന്ന്. നമ്മുടെ ഇന്നത്തെ യാത്ര ഇടുക്കിയിലുള്ള പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്കാണ്. പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാറിൽ വരുന്ന ആളുകൾ അടിമാലി കീരിത്തോടിൽ നിന്ന് 3 കിലോമീറ്റർ പോയാൽ പുന്നയാർ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ തൊടുപുഴയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നതെങ്കിൽ വണ്ണപ്പുറത്തുനിന്ന് 25 കിലോമീറ്റർ പോയി വട്ടവുംപാറയിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ഇറങ്ങിയാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കും. വളരെ ഇടുങ്ങിയതും എന്നാൽ വളരെ മനോഹരവുമായിട്ടുള്ള പ്രകൃതി സീനുകളുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം നാം വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഓഫ് റോഡാണ്, വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. കാറൊക്കെ ഇവിടം വരെ പോകുള്ളൂ, ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് താഴെ വരെ ഇറങ്ങിപ്പോകാം. വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ച് നമ്മളവിടെ എത്തിച്ചേരാം. ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇവിടെ നല്ല അതിമനോഹരമായ കാഴ്ചകൾ പോകുന്ന വഴിക്കുണ്ട് കേട്ടോ. ഇറങ്ങി പോകേണ്ടത് വളരെ ശ്രദ്ധിച്ച് വേണം. വഴി ഇച്ചിരി മോശമാണ്, നടന്നു വഴികൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നവർ കൈയൊക്കെ പിടിച്ച് വളരെ കെയറായിട്ട് നമ്മൾ കടന്നു പോകണം. താഴേക്ക് ഇറങ്ങി ചൊല്ലുന്തോറും നല്ല നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നമ്മൾ എത്തിച്ചേരുന്ന പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി. വളരെ അസാധ്യമായിട്ട് നാം ഇറങ്ങി വന്നതിന് ശേഷം അവസാനം നാം ആ കാഴ്ചയിലേക്ക് പോകുകയാണ്. അതിമനോഹരം. എന്താണേലും കുട്ടികളും കുടുംബങ്ങളൊക്കെ ആയിട്ട് തന്നെ ഈ കാഴ്ച കാണുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ടൊരു ദൃശ്യമല്ലേ നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗമാണ്. പക്ഷേ ഇവിടെ പാറകളൊക്കെ തെന്നുന്നതാണ് ഉള്ളിലേക്ക്, വെള്ളത്തിൻ്റെ അകത്തേക്കൊക്കെ പോകുമ്പോൾ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഴക്കാലത്ത് പൂർവാധിക ശക്തിയും മഴ കുറയുമ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ളതും എന്നാൽ വേനൽക്കാലത്തേക്ക് പോകുമ്പോൾ സൗന്ദര്യം അല്പം കുറഞ്ഞതുമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. എന്താണെങ്കിലും എനിക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത് പോകണം. ആ ഒരു ആഗ്രഹത്തിൽ ഞാൻ സാധാരണ ആളുകൾ പോകുന്ന വഴി കൂടിയല്ല, കുറച്ചും കൂടെ കാടൊക്കെ ഇറങ്ങി ഇല്ലിയുടെയൊക്കെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഏറ്റവും അടുത്ത് ഞാൻ പോവുകയാണ്. കാരണം താഴേന്ന് കയറി വന്ന ഒരു പക്ഷേ വഴുവഴുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തെന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ആ സാഹചര്യത്തിനൊന്നും മുതിരരുത് കേട്ടോ. ഇനി ഞാൻ ഈ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ചോലകളും പാറക്കെട്ടുകളും വള്ളികളും എല്ലാം തൂങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഡേഞ്ചറാണ്. എങ്കിലും ഇതിൻ്റെ പാറപ്പുറത്തൊക്കെ കയറി ഒന്ന് വിശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷെ മഴയുള്ളപ്പോൾ, നല്ല വെള്ളമുള്ളപ്പോൾ ഇവിടെ ഒന്ന് പോയേക്കരുത്. ഇനി ഞാൻ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ മരത്തിൻ്റെ ചോട്ടിക്കടെ വളരെ പാറപ്പുറത്തോടെ കയറി വഴുവഴുപ്പുണ്ട്, എങ്കിലും ശ്രദ്ധിച്ചാൽ അത്യാവശ്യം ആളുകൾക്ക് വേണമെങ്കിൽ കയറി പോകാം. അവിടെ എത്തിയപ്പോൾ ഒരു മനോഹര കാഴ്ചകളാണ് ഇനി നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി പോകും.
കുറച്ചുകൂടി കെയർ ചെയ്ത് നിൽക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് മഞ്ഞ് കണങ്ങൾ നമ്മൾ നനയ്ക്കുന്നതെന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീൽ ഉളവാക്കുന്നതാണ്. സത്യത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഇതിൻ്റെ ഒരു റിവ്യൂ ചോദിക്കണമെന്നുണ്ട്. ഇവിടെ ഒരു മച്ചാനുണ്ട്, നനഞ്ഞു കുതിർന്ന് വെള്ളത്തിൻ്റെ അകത്തൊക്കെ കുളിച്ച് കയറി വന്നിരിക്കുന്ന ഒരു മച്ചാനുണ്ട്. നമ്മുടെ ഈ വെള്ളച്ചാട്ടം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലം. ഇനി ആളുകൾ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയുണ്ട്? പൊളി സ്ഥലം, സൂപ്പറാണ്. അങ്ങനെ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയിൽ നിന്ന് മറ്റൊരു കാഴ്ചയിലേക്ക് നാം പോവുകയാണ്. തൊട്ട് മുകളിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് നമുക്ക് പോകാം. പക്ഷേ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, ഇതൊരു വ്യൂ പോയിന്റ് മാത്രമല്ല, അതീവ ഡേഞ്ചറായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇവിടെ ഇല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെയും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകുവാൻ വേണ്ടി. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെയും വ്യൂ പോയിന്റിൻ്റെയും ഒക്കെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഇനി മറ്റൊരു കാഴ്ചയിലേക്ക് നാം പോകുകയാണ്. ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും നല്ല കമൻറ്റുകളും ലൈക്കുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.